ഇതുണ്ടോ നമ്മളിപ്പോൾ കാണുന്ന വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ടാറ്റ യോധ എന്ന് പറയുന്ന വാഹനമാണ് നമ്മുടെ ഈ ബാക്കിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ വണ്ടിയുടെ എല്ലാ വർക്കുകളും കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മളിന്നിപ്പോൾ ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെല്ലാവരെയും പരിചയപ്പെടണം. അതേപോലെ തന്നെ ആ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ്, അവരെന്താണ് ഒരു ഉപയോഗം കാര്യങ്ങളെല്ലാം അവരെന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മൾ എന്തായാലും ഇന്ന് ഡെലിവറി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡെലിവറി വിശേഷങ്ങളിലേക്ക് പോവാം. ഇതുണ്ടോ ഈ കാണുന്ന വാഹനം ആണ് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ടാറ്റ യോധ എന്ന് പറയുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഇതുണ്ടോ സൂര്യകിരൺ ക്ലീൻ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയാണ്. അപ്പോൾ ആ ക്ലീൻ എനർജി എന്താണെന്നൊക്കെ നമുക്ക് എന്തായാലും അവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. വിശേഷങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് തന്നെ ഫ്രണ്ടിലാണ് നമ്മൾ അടിപൊളി സെറ്റപ്പ് ഒരു വീൽ കപ്പ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നമുക്ക് വീൽ കപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ വീൽ കപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടു. അതേപോലെ തന്നെ ബോഡിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. മേളിലാണെന്നില്ല അവരുടെ ബോർഡുകൾ, അവരുടെ പേരുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതുണ്ടോ ബാക്കിലാണെങ്കിൽ ബാക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഉണ്ടോ, സൈഡൊക്കെ നല്ല സെറ്റപ്പ് രീതിയിൽ അവരുടെ ഐഡിയയിലാണ് അവരെല്ലാം നല്ല നീറ്റായിട്ടും നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അതെല്ലാം ഇതിൻ്റെ ഓണർമാരുടെ ഐഡിയയിൽ തന്നെ അവർ തന്നെ വന്നിരുന്ന് ഡിസൈൻ ചെയ്ത സംഭവമാണ്. അടുത്താണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ സ്റ്റെപ്പ് നല്ല അലൂമിനിയം സ്റ്റെപ്പാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ട് ഗ്രിപ്പൊക്കെ കൊടുത്തതേണ്ട, ഇതൊക്കെ നല്ല ഗ്രിപ്പാണ്. സംഭവത്തിൽ കയറുമ്പോൾ കാലം തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലാണ് ഒരു ക്യാരിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു ക്യാരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ കമ്പനി വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ നിന്ന് താഴത്തേക്കുള്ള സാധാരണ കനം കുറഞ്ഞ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ബോഡിയാണ് ശരിക്കും ഇതിന് വരുന്നത്. പക്ഷേ നമ്മളതെല്ലാം മാറ്റി നല്ല സ്ട്രോങ് ആംഗ്ലെയർ കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റപ്പായിട്ട് അവർ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കിലാണ് അവയും മരിയാന്നൊക്കെ ഇതിൻ്റെ സൗണ്ട് പോകണമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലാണെങ്കിൽ സ്റ്റിക്കർ വർക്കുകൾ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇതാട്ടോ. അവരുടെ അഡ്രസ്സും അവരുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ എന്തിനാണ് വിളിക്കണത് എന്നുള്ള കാര്യം അത് അവർ പറഞ്ഞു തരും. എന്താണ് ഈ വണ്ടിയുടെ ആവശ്യം അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നൊക്കെ അവരെന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ ബോഡി ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടോ. ബോഡിയിൽ വരുന്ന 1, 2, 3 ലൈറ്റ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ബോഡി വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കവറുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ റിഫ്ലക്ഷൻ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് ആണെങ്കിൽ 2 റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്താണെന്നുണ്ടെങ്കിൽ അകത്തെ കണ്ടീഷൻ കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ 3mm ഷീറ്റ് ഇട്ടിട്ട് നല്ല കനത്തിലാണ് ഈ വണ്ടിയുടെ ബോഡിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ അകത്തൊക്കെ നല്ല സ്പേസ് ആട്ടോ, നല്ല സുഖമായിട്ട് ഇതുണ്ടോ നമുക്ക് കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇസുസുവിൻ്റെ ഈ ഒരു മോഡൽ വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതും ഇതൊക്കെ ഏതാണ്ട് നല്ല രീതിയിലുള്ളൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ മേളിലൊക്കെ ഉണ്ടോ, മേളിൽ കണ്ടോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ബ്ലൂ ആട്ടോ, ആംബിയൻസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടത് വൈറ്റ് കണ്ട, ബ്ലൂ കണ്ട, ഇത് വൈറ്റ്, ഇത് ബ്ലൂ കണ്ട. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അവിടെ തന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും അകത്ത് നല്ല വെട്ടം കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ നിങ്ങൾ അകലെ കാണുന്ന സ്ക്രീൻ കണ്ടോ, ആ സ്ക്രീൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ 1-2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു പാട്ടൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള സ്പീക്കറും അതേപോലെ തന്നെ ആമ്പും സെറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ സൂര്യകിരൺ ക്ലീൻ എനർജി, ഇതുണ്ടോ ഇതാട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണറിൻ്റെ എപ്പോഴും നമ്മൾ ശരിക്കും ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് പോകുന്നതാണ് കാണുന്നത്. അത് ഈ വണ്ടിയല്ല, അവരിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു വാടക എടുത്തിട്ട് വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഇതായി, ഇനിയിപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ഇതുണ്ടോ അതേപോലെ നമ്മൾ അകത്തേക്ക് വരികയാണെന്നില്ല ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളെല്ലാം ഇതാണ്ടോ. ഇതുണ്ടോ ഇതാണ് സ്ക്രീൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ. 9 ഇഞ്ച് ആൻഡ്രോയിഡാണ് നമ്മൾ കൊടുത്തതാണ്. ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അപ്പോൾ ഇതിൽ യൂട്യൂബ് മുതൽ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക നമ്മളിപ്പോൾ റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ 2 സ്പീക്കർ കാര്യങ്ങളെല്ലാം കൊടുത്തത്. AC ഉണ്ട്. അത്യാവശ്യം നല്ല സീറ്റിലൊക്കെ നല്ല ഹൈറ്റ് ആട്ടാ, ഇരുന്ന് ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടോ. അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം. അതേപോലെ നമുക്ക് താക്കോൽ കൊടുക്കണം. കുറേ നാളുകളായിട്ട് അവരുടെ ഒരു എന്താ പറയുക ഒരു എയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ എന്തായാലും എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും അതിനെന്തെങ്കിലും വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ്. കാരണം അപ്പോൾ അത് വളരണം എന്തായാലും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വേണം. നമുക്ക് എന്തായാലും ഒരു സോനെ എന്തായി ഇനിയിപ്പോൾ എവിടെ നീ സോനെ എന്തായി സ്റ്റിക്കറിൻ്റെ കഴിഞ്ഞാ ഇനിയിപ്പോൾ എന്തോരമുണ്ട്. ഇതവിടെ ഒരു സോനാട്ടാ, നമ്മുടെ മുത്താണ്.
എന്താ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അവൻ വന്ന് അവനും അവൻ്റെ വാപ്പായും റഷീഖ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്റ്റിക്കർ ഇത് നമ്മൾ അയക്കണം നമ്മൾ. ഇവിടെ നമ്പർ അടിക്കാനല്ലേ? ചെറിയൊരു പൊടിയും കാര്യങ്ങളുണ്ടാവും. ഓക്കെ അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്ത് ഏതാ പോയിട്ടോ അതാണ് ഉസ്മാൻ ഇപ്പോൾ 1-2 കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീരും. ഇതുണ്ടോ വണ്ടിയുടെ ലുക്ക് കണ്ടോ? ലുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല രസമായിട്ടോ ശരിക്കും. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നോട്ടെ ഈ വണ്ടി. നല്ല ബാക്കിലൊക്കെ നല്ല കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഓണർമാരെ പരിചയപ്പെടാം, അവർക്ക് താക്കോല് കൊടുക്കാം. അതാണ് നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി. ഓക്കെ, ഈ കാണുന്ന ആളുകളുണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീം വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സെൻറ്ററിൽ നിൽക്കുന്ന വൈറ്റ് ഷർട്ട് ഫുൾ സ്ലീവൊക്കെ അടിച്ച് എൻ്റെ പോലെ പോക്കറ്റിലേക്ക് ആയിട്ട് നിൽക്കണാട്ടാ. ഇതാണ് നമ്മുടെ ജയ്ക്കോ ചേട്ടൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓണറാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ആളുടെ പേരെന്തായിരുന്നു, നമ്മുടെ പാർട്ട്ണർ ഡെനീറ്റ്. പുള്ളി ഇവിടെ അല്ലേ, പുറത്തല്ലേ? പുള്ളി പുറത്താട്ടോ. പുള്ളി പുറത്ത് ഇപ്പോൾ സോളാർ പരിപാടി ഉണ്ടോ? അവിടെയൊക്കെ സോളാറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അത് ശരി. അപ്പോൾ പുള്ളി പുറത്താട്ടോ. പുള്ളി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആരാണത് വർക്ക് ചെയ്യണം പറഞ്ഞു? എഞ്ചിനീയറാണ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ലിൻഡോ അല്ലേ? എവിടെ വീട്? എവിടെ വീട്? തൃശ്ശൂരാണ്. എത്ര നാളായി ഇവരുടെ കൂടെ? 8 മാസമല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുഖത്ത് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് പേര് ആര്യ. അവിടെ വർക്ക് ചെയ്യണാണോ? ശരി. എന്തായിട്ട് വർക്ക് ചെയ്യണേ? അക്കൗണ്ട്സ് വർക്ക് ചെയ്യണം അല്ലേ? ആര്യനെ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ, സോളാർ വെക്കാനായിട്ട്. ഓക്കെ, എന്താ പേര്? നീതു അല്ലേ? അവിടെ തന്നെ വർക്ക് ചെയ്യണാണോ? എവിടെ വീട്? നിങ്ങളുടെയൊക്കെ വീട്? മരട്. കൊല്ലം. ഇതാണ് നമ്മുടെ കൊച്ചുമലയാളി ചിരിച്ചടാ. ഇതേണ്ട പല്ലോടെ പോയത്. ഇതാണ് നമ്മുടെ കൊച്ചുമലയാളി, നമ്മുടെ ജയകോച്ചേൻ്റെ മോനാട്ടാ. ഭയങ്കര ഉഷാറാ. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ വണ്ടി വളരെ സെറ്റപ്പായിട്ട് ഇറക്കാനുള്ളവർ. അപ്പോൾ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കണം. ഇവരിങ്ങനെ ഈ സൈഡിലേക്ക് വന്നു. അതേപോലെ തന്നെ കുറേ കില്ലാടികൾ ഇപ്പം ഉണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഓക്കെ, ഇവനെ നമ്മൾ ഒരു പ്രാവശ്യം അല്ലേ, നമ്മുടെ പേരെന്തായിരുന്നു? ഷൈജുവിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി വന്ന സമയത്ത് അല്ലേ, വണ്ടി വന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ടാണല്ലേ. ഷൈജുവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണേ? ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അല്ലേ? വയനാടല്ലേ സ്ഥലം? വയനാട്. ഓക്കെ, നമ്മുടെ പേര് അഖിൽ അല്ലേ? അഖിലിൻ്റെ വീടാ വയനാട്. എല്ലാവരും വയനാടുകാരാണ്. നമ്മൾ വയനാടാണോ? മരടാണല്ലേ? എന്ത് ചെയ്യണം അപ്പോൾ? അവിടെ സെയിൽസിൽ വർക്ക് ചെയ്യണല്ലേ? അപ്പോൾ എല്ലാവിധ ടീം വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവർക്ക്. അതുണ്ടോ വണ്ടിയായി, അതേപോലെ തന്നെ എല്ലാവിധ, കാരണം കുറേ നാളുകളായില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 3.5 വർഷമായല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ പരിപാടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. ടോപ്പ് സോളാറാണ് നമ്മുടെ ഇത്. നമുക്ക് സോളാർ പാനലിൽ നമുക്ക് ഏത് ക്വാളിറ്റിയിലും കിട്ടാം. ലോ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു മീഡിയം ക്വാളിറ്റി, ഒരു പ്രീമിയം ക്വാളിറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ പാനൽസിനാണെങ്കിലും നല്ല വാറണ്ടി, അതായത് പ്രൊഡക്റ്റ് വാറണ്ടിയും അതേപോലെ പെർഫോമൻസ് വാറണ്ടിയും, അതേപോലെ തന്നെ ഇൻവെർട്ടറിനാണെങ്കിലും വാറണ്ടി കൂടുതലുള്ള എൻഫേസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഇൻവെർട്ടറാണ് നമ്മൾ കൂടുതലും ഡീലർഷിപ്പ് ഉള്ളത്. ഞങ്ങളുടെ വർക്ക് കൂടുതലും മൈക്രോ ഇൻവെർട്ടർ, എൻഫേസ് കമ്പനിയുടെ മൈക്രോ ഇൻവെർട്ടറാണ് നമ്മൾ ചെയ്യുന്നത്. ആക്സിടെക്കിൻ്റെ പാനലാണ് ഞങ്ങൾ കോമൺ ആയിട്ട് ഞങ്ങളുടെ അതിൽ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഏറ്റവും ഒരു ക്വാളിറ്റിയിൽ, അതേപോലെ തന്നെ പ്രോപ്പർ പ്രൊഡക്ഷനിൽ, പ്രോപ്പർ വാറണ്ടിയിൽ സിസ്റ്റം ചെയ്ത് കൊടുക്കും അല്ലേ? ഇത് നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷനൊക്കെ നമ്മുടെ കമ്പനി തന്നെയാണോ അതോ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ റെപ്രസെന്റേറ്റീവായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഉത്തരവാദിത്തത്തോടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളുണ്ട്. അപ്പോൾ 100% നമുക്ക് ഏൽപ്പിക്കാം കേട്ടോ. അപ്പോൾ 100% ജഗജല 100% ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? മുഖത്തൊരു ചിരിയില്ലല്ല കേട്ടോ. അപ്പോൾ 100%. 100%ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും സോളാർ പാനൽ അല്ലേ, വീടുകളിൽ സോളാർ ചെയ്യുന്ന വീടുകൾ, കമ്പനികൾ അല്ലേ ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ അന്വേഷണം പറയണം. പുള്ളി എന്തായാലും ദുബായിൽ ഇരുന്ന് കാണട്ടെ അല്ലേ? ദുബായിലല്ലേ? അതെ. അപ്പോൾ ഡെന്നിറ്റേട്ടൻ വരാൻ പറ്റിയില്ല, പുള്ളി പുറത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷം, നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. അതേപോലെ തന്നെ എല്ലാവർക്കും അല്ലേ? ഓക്കെ അല്ലേ? ഉഷാറല്ലേ? സെറ്റപ്പ് അല്ലേ വണ്ടി ഇറങ്ങുന്ന ദിവസം? അപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും താക്കോല് ഇനിയിപ്പോൾ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഒന്ന് സമയം ഒരുപാട്. ഇവിടെ സാധാരണ വണ്ടികൾ രാത്രി ഇറങ്ങി പോകാറ്. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഇത്തിരി നേരത്തെ ആയെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും രാത്രി ആയിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ താക്കോല് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടോ ഈ താക്കോല് നല്ല ടാറ്റയെന്ന് എഴുതി നല്ല സെറ്റപ്പ് താക്കോലാട്ടാ. അപ്പോൾ ഈ താക്കോല് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി ഉഷാറാക്കിയിട്ട് ഞാൻ എന്തായാലും താക്കോല് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും താക്കോൽ ദാനം നടത്താം. അപ്പോൾ നമ്മുടെ കൊച്ചു മുതലാളിയാണ് താക്കോല് വാങ്ങിക്കണം. കൊച്ചു റെഡിയാക്കണല്ലേ?
ഉഷാറല്ലേ? പേരെന്തായിരുന്നു? ഒച്ചിന് പറ. ആദം എന്നാട്ട പേര്, കാരണം നമ്മൾ നേരത്തെ പേര് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ആദത്തിന് നമ്മൾ താക്കോൽ കൊടുക്കാൻ പോകട്ടോ. ഓക്കെ, അപ്പോൾ റെഡി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ. നമ്മൾ രണ്ട് ചോദിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ആദത്തിന് നമ്മൾ താക്കോലൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ വണ്ടി ഉണ്ടായുള്ള പരിപാടിയാണ്. അതേപോലെ മുഖത്ത് എന്തോ പറയാൻ മറന്നു പോലെ കാണുന്നുണ്ടല്ലോ. ആക്ച്വലി ഞങ്ങൾ ഈ എൻഫേസ് എന്ന കമ്പനിയിലെ മൈക്രോ ഇൻവെർട്ടറിന്റെ ഗോൾഡൻ ഇൻസ്റ്റാളറാണ് നിങ്ങൾ. അത് അങ്ങനെ ആ ഗോൾഡൻ ഇൻസ്റ്റാളർ ആയിട്ടുള്ള വളരെ ചുരുക്കം മെമ്പേഴ്സ് മാത്രമേ അതിൽ നമ്പർ 1 ലീഡിങ് ഗ്രൂപ്പാണ് ഞങ്ങൾ നമ്മുടെ അല്ലേ? ഓ ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എന്നുള്ള ആ ഒരു സംഭവമില്ലേ, അതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. എൻ്റെ ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? അപ്പോൾ എൻ്റെ ഗ്യാരണ്ടി ഇനി കൂടുതലെന്ന് പറഞ്ഞു 100% നിങ്ങൾ ധൈര്യമായിട്ട്. കാരണം എൻ്റെ വീട്ടിൽ അടുത്ത ദിവസം തന്നെ വർക്ക് തുടങ്ങാൻ വേണം. വർക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഉഷാറാണ്, സെറ്റപ്പാണ്. കാരണം വെച്ചാൽ നമ്മളെന്തായാലും മോശം ആൾക്കാരെ ഏൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു.